ശരിക്കും നമ്മളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടവരാണ്. നമ്മുടെ ഫ്യൂച്ചർ ഇങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കരിയർ ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മൾ ഒരുപാട് സ്വപ്നം കണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ പാരന്റ്സ് ആക്ച്വലി അതിനെന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ശാരികയുടെ പാരന്റ്സ് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും പാരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കരിയർ നമുക്ക് എത്തിപ്പിടിക്കാൻ വേണ്ടി നമ്മുടെ പാരന്റ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്തു. പക്ഷേ നേരെ തിരിച്ച്, അതായത് നമ്മുടെ പാരന്റ്സ് ആഗ്രഹിച്ച പോലെയാണോ നമ്മൾ വളർന്നത്, അല്ലെങ്കിൽ കുറെ പാരന്റ്സ് അവരുടെ ആഗ്രഹങ്ങൾക്ക് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ട് അവരുടെ കുട്ടികളെ അതിനനുസരിച്ച് നിർബന്ധിച്ച് ഫോഴ്സ്ഫുള്ളി അതിലേക്ക് എന്താ പറയാ കൊണ്ടുവരിക, അല്ലെങ്കിൽ അതിനനുസരിച്ച് വളർത്താൻ ശ്രമിക്കുക. അപ്പൊ അവിടെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്ന അവരുടെ സ്വപ്നമുണ്ട്, പാഷൻ ഉണ്ട്. അങ്ങനത്തെ കുറെ ആളുകൾ എന്താ പറയാ അവരുടെ പാരന്റ്സിനെ വെറുക്കുന്നതായിട്ട് ഞാൻ ഈ ഇടയായിട്ട് സോഷ്യൽ മീഡിയയിൽ വല്ലാതെ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. ശാരിക ശ്രദ്ധിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും ഈ വിഷയം നമ്മൾ സംസാരിക്കേണ്ട തന്നെയാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇതിന് മുമ്പും ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് എൻ്റെ അഡോളസൻസ് ഏജിൽ, എൻ്റെ ടീനേജിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ പറയുന്ന കാര്യങ്ങൾ പാരന്റ്സിന്റെ സപ്പോർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് കുറെ അധികം കഴിഞ്ഞിട്ടാണ് എൻ്റെ പാഷൻ, എന്നോട് ചോദിച്ചില്ല എൻ്റെ പാഷൻ സമ്മതിച്ചിരുന്നു എന്ന്. എൻ്റെ പാഷൻ സമ്മതിക്കാൻ ഒരു ഭാഗം ചിലപ്പോൾ അച്ഛൻ സമ്മതിച്ചാൽ അമ്മ സമ്മതിക്കില്ല, അങ്ങനെ ഒരു കേസും വരുന്നുണ്ട് അവിടെ. ചിലർ അമ്മയെ സോപ്പിട്ട് മിക്ക ഇപ്പൊ ആൺകുട്ടികളുടെ വിഷയത്തിലാണെങ്കിൽ അമ്മ എനിക്ക് സിനിമ ചെയ്യണം, ചിലർ എനിക്ക് എഡിറ്റർ ആവണമെന്ന് പറയുമ്പോൾ അത് നടക്കില്ല, നീ എഞ്ചിനീയറിംഗ് പഠിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നീ മാത്സ് എടുത്ത് പഠിക്കുക, അല്ലെങ്കിൽ സയൻസ് എടുത്ത് പഠിക്കുന്ന അമ്മ പറഞ്ഞാലും അമ്മ അച്ഛനോടൊന്ന് പറഞ്ഞ് സമ്മതിക്കാം, അച്ഛനോടൊന്ന് അങ്ങനെ ആമ്പിള്ളേർ എപ്പോഴും അമ്മയെ സോപ്പിട്ട് അങ്ങനെ ഏതെങ്കിലും ഒരു എങ്കിൽ ശരി അവസാനം അമ്മ പറയുന്ന അവന്റെ ആഗ്രഹം എന്ന് വെച്ചാൽ നടക്കണം, അങ്ങനെ ഒരു ഫാമിലി ആയിരുന്നു എൻ്റെത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ പാഷൻ ലോയർ ആകുക എന്നുള്ളതായിരുന്നു. ഞാൻ എന്നിൽ നിന്ന് തന്നെ തുടങ്ങാം, കാരണം മറ്റുള്ളവരോട് പറയുന്നതിൽ നല്ലത് എനിക്കൊന്ന് എന്റെ തന്നെ പറയുന്നതായിരിക്കും നല്ലത്. അന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ്, അന്ന് ഞാൻ വിചാരിച്ച എന്റെ പ്രായത്തിൻ്റെതാണ്, എന്റെ ടീനേജിന്റെ പ്രശ്നമായിരിക്കും ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന്. അന്നും ഈ പറയുന്ന പോലെ ഓർത്തഡോക്സ് ഫാമിലി, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ലോയ്ക്ക് പോകണ്ട, ലോയ്ക്ക് പോലെ വിവാഹം നടക്കില്ല, അന്നത്തെ പാരന്റ്സിന്റെ ചിന്താഗതിയാണ് ഞാൻ പറഞ്ഞത്. ലോയ്ക്ക് പോയ വിവാഹം ഏതെങ്കിലും പ്രായമായ അഡ്വക്കേറ്റിന്റെ കീഴിൽ ഇങ്ങനെ വർക്ക് ചെയ്ത് നടക്കണം. എന്നാൽ പിന്നെ നീ ഏതെങ്കിലും ഗവൺമെന്റ് ജോലിക്ക് പഠിക്കൂ, അല്ലെങ്കിൽ TTC പഠിക്കൂ, അല്ലെങ്കിൽ BEd പഠിക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത, ഞാനെന്താണെന്ന് സ്വയം തിരിച്ചറിയപ്പെടുന്ന ഓരോ വ്യക്തിക്കും ഇപ്പൊ ലക്ഷ്യങ്ങളില്ലാതെ നടക്കുന്ന കുട്ടികളുണ്ട്, അവർക്ക് ഒരു മെന്റർ വേണം. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അറിയാം ഇതാണ് എൻ്റെ കഴിവ്, അല്ലെങ്കിൽ എൻ്റെ അധ്യാപകർക്ക് അറിയായിരുന്നു നിന്റെ കഴിവ് ഇതാണ്. ഇന്നും എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ ഇങ്ങനെ ആങ്കറിങ് ചെയ്ത് നടക്കുന്നതാണ്. എന്നെ പഠിപ്പിച്ച അധ്യാപകർ പറയാറുണ്ട്, നീ ഇതൊരു 10 വർഷം മുമ്പ് ചെയ്യേണ്ടതായിരുന്നില്ലേ ശാരി, നീ അതെന്താ ചെയ്യാഞ്ഞത്, ചെയ്തിരുന്നെങ്കിൽ നീ ഇപ്പോൾ ഒരുപക്ഷെ ഇപ്പോഴത്തെ ടോപ്പ് ആങ്കേഴ്സ് നിൽക്കുന്ന ടോപ്പ് ലെവൽക്ക് മേളിൽ നീ പോകുമായിരുന്നു. അന്ന് ഞങ്ങൾ അധ്യാപകർ സംസാരിച്ചിരുന്നു. അപ്പൊ ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എൻ്റെ പാരന്റ്സ് ചിലപ്പോൾ അത്രയും പോലും എന്നെ മനസ്സിലാക്കിയില്ലല്ലോ. അവര് പറയുന്നത് സെറ്റിൽ ആവുക, വിവാഹം കഴിക്കുക, അവർ എല്ലാ സോക്കോൾഡ് പാരന്റ്സിനെയും പോലെ PG ചെയ്യുക, അതിനുശേഷം ഒന്നെങ്കിൽ ടീച്ചർ ആവുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിപ്പിക്കാൻ കയറിയതിനു ശേഷം അവർ ജോലി മേടിച്ചു തരാന്നൊക്കെ അവരെന്നോട് പറഞ്ഞു, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് സെറ്റിലാവുക, കുട്ടികളാവും, ഇതൊക്കെയായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിക്കുമായിരുന്നു ചെറുതിലേ തൊട്ട്. അതുകൊണ്ടാവാം എൻ്റെ ബുദ്ധി ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ ആയി പോയത്, മേ ബി ഞാൻ ചിന്തിക്കാറുണ്ട്. എൻ്റെ കുഴപ്പമാണെന്നാണ് ഒരു കാലഘട്ടം വരെ ഞാൻ ചിന്തിച്ചിരുന്നത്. ഞാൻ ഇങ്ങനെ കുറേ വായിച്ചു തള്ളിയത് കൊണ്ട്, കുറേ ആരും കാണാത്ത ഡോക്യുമെന്ററി കണ്ടു തള്ളിയത് കൊണ്ട് എൻ്റെ ചിന്താഗതികൾ ഇങ്ങനെ വളഞ്ഞു പോയി, വക്ര ചിന്താഗതിയായിരുന്നു എൻ്റെ. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി എന്റെ ചിന്താഗതിയായിരുന്നു ശരിയെന്നുള്ളത്. ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനാണ് ആഗ്രഹിക്കുന്നത്. എനിക്കൊരു പ്ലാൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് പോകാനുള്ള ധൈര്യം തരേണ്ടതാണ് പാരന്റ്സ്. നമുക്ക് ചിന്തകൾ മാറി. ഇപ്പം അനു പറഞ്ഞ പോലെ എല്ലാ കുട്ടികളുടെയും ആഗ്രഹങ്ങൾ ശരിയാവണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവനിൽ അതുണ്ടോ എന്ന് നോക്കേണ്ടതും അത് ഊതിപ്പെരിപ്പിച്ചെടുക്കേണ്ട ആൾക്കാരാണ് അത് റിയൽ പാരന്റ്സ്. അവരൊരു എന്താ പറയാ ഗൈഡ് ലൈൻ. ഇപ്പൊ എന്റെ മോളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരിക്കലും അവളോട് എന്റെ സ്കൂളിൽ 9ാം ക്ലാസ് വരെ ഞാൻ ടോപ്പറായിരുന്നു. 10ലാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അതായത് ഫസ്റ്റ് ക്ലാസ് ഉണ്ടായിരുന്നു, എന്നാലും ആ സമയം വരെ സ്കൂൾ ടോപ്പർ, അതൊക്കെ മേലെ പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എൻ്റെ മോള് എനിക്ക് ആ പ്രഷർ ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാം അതിന് മാർക്ക് പഠിക്കും. ക്ലാസ്സിലും 1, 2, 3 റാങ്ക്, ക്ലാസ് അങ്ങനെ അസംബ്ലിയിലൊക്കെ വിളിച്ചൊക്കെ ബാഡ്ജ് ഞങ്ങൾ പരിപാടികൾ അന്നത്തെ സ്കൂളുകളിലുണ്ട്. അപ്പൊ എനിക്ക് ആ പ്രശ്നം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അധികം ആരോടും സംസാരിക്കില്ല. ഞങ്ങളുടെ ആ വലയത്തിലുള്ള ആൾക്കാരുമായിട്ട് മാത്രമേ സംസാരിക്കുള്ളൂ. കോളേജ് എന്ന് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ വായാടിയായി മാറിയത്. അതുവരെ ഞാൻ അങ്ങനെ അധികം സംസാരിക്കത്തില്ല. അത് ഒട്ടുമിക്ക കുട്ടികൾ നേരിട്ടൊരു പ്രശ്നമാണ്. അവരുടെ സിബ്ലിങ്സിനെ, ഞാൻ എൻ്റെ ചേട്ടൻ നന്നായി പഠിക്കും, ഈ പറഞ്ഞ പോലത്തെ ഒരു എന്താ പറയാ നന്നായി പഠിക്കുന്ന ഒരാളാണ്, എല്ലാത്തിലും നല്ല റാങ്കും കാര്യങ്ങളൊക്കെ ഉള്ള ആളാണ്. പക്ഷെ ഒരു സെക്കൻഡ് ചൈൽഡ് എന്നുള്ള നിലയ്ക്ക് എന്റെ പാരന്റ്സ് അങ്ങനെ ഫോഴ്സ് ചെയ്തില്ലെങ്കിൽ എനിക്ക് മെന്റലി ഒരു സാധനം വർക്ക് ചെയ്തിരുന്നു. ഏട്ടൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആ പാത പിന്തുടർന്നില്ലെങ്കിൽ അതൊരു വലിയ വിഷയമാകുമായിരുന്നില്ലെന്ന് എന്നെ മെന്റലി ഹോണ്ട് ചെയ്തിരുന്നു. അതെ, ഞാൻ എന്റെ കേപ്പബിലിറ്റി മനസ്സിലാക്കി ബിഹേവ് ചെയ്തല്ലേ. ഓക്കെ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ നമ്മൾക്ക് ബന്ധുക്കളുടെ അടുക്കലൊക്കെ ചെല്ലുമ്പോൾ ഉടനെ അവർ ചോദിക്കുകയാണ്, എന്ത് പറ്റി മാർക്ക് കുറഞ്ഞു പോയത്, ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷയുടെ ഞങ്ങളുടെ റാങ്ക് സ്വപ്നം എന്നൊക്കെ പറയും. ഇവർക്ക് ഞാൻ ഓർക്കുന്നത് എന്റെ കപ്പാസിറ്റി, ഞാൻ മാത്സിന് ഭയങ്കര വീക്കാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സ്വപ്നജീവിയായിരുന്നു. ഒരുപാട് എഴുതുക, വായിക്കുക, പ്രസംഗിക്കുക, ഇതൊക്കെയായിരുന്നു. അത് മനസ്സിലാക്കിയ ഒരു അധ്യാപകനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് അവിടെ. അജയദേവ് എന്ന് സാറുണ്ടായിരുന്നു എന്നെ പഠിപ്പിച്ച മലയാള അധ്യാപകൻ. അദ്ദേഹമൊക്കെ എന്നെ അതിനുവേണ്ടി എന്നെ ആദ്യമായിട്ട് ആങ്കറിംഗ് മേഖലയിലേക്ക്, സ്കൂളിലെ ആങ്കറിംഗ് പ്രോഗ്രാമിലേക്ക് ആദ്യം ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞ് സ്ക്രിപ്റ്റ് എഴുതി തന്ന മനുഷ്യനാണ് അദ്ദേഹം.
അദ്ദേഹം അത് ഇന്നും പറയാറുണ്ട്, നിന്റെ ആദ്യത്തെ ഗുരുനാഥൻ ഞാനാണ്. ഞാൻ എപ്പോഴും അംഗീകരിക്കാറുണ്ട്, ഓഫ് കോഴ്സ് താങ്കളാണ് ഗുരുനാഥൻ. അപ്പൊ അതുപോലൊരു ഗുരുനാഥന്മാരോ ആകേണ്ടവര് പാരന്റ്സ് ആണെന്നാണ്. അത് അങ്ങനെയുള്ള പാരന്റ്സ് ഇല്ലാത്ത ഒരു 60% ഇന്നും അങ്ങനെ പാരന്റ്സ് ഇല്ല. ഇന്ന് ചിലപ്പോൾ നമ്മൾ ചില ഓട്ടോ ഡ്രൈവർമാരെയൊക്കെ കാണുമ്പോഴേക്ക് അല്ലെങ്കിൽ ചില തൊഴിലാളികളെ കാണുമ്പോൾ ചോദിക്കും, മോൻ എന്തിനു പഠിക്കുന്നു? അവൾ നഴ്സിംഗിന് പഠിക്കുന്നു. അപ്പോൾ അവൾക്ക് അത് പഠിക്കാൻ ഇഷ്ടം, അവളുടെ ഇഷ്ടത്തിന് വിട്ടോട്ടെ, അതിനാ ഞാൻ ഈ കിടന്ന് അപ്പോൾ ഞാൻ എടാ എത്ര സിമ്പിളായിട്ടുള്ള ആൾക്കാർ എത്ര സിംപ്ലസ്റ്റ് വേയിൽ അവരുടെ മക്കളുടെ പാഷൻ മനസ്സിലാക്കി അവരെ വിടുന്നു. മറിച്ച് ചില മിഡിൽ ക്ലാസ് ഫാമിലിയൊക്കെ നമ്മൾ ചെല്ലുവാണെങ്കിൽ ആർട്ടിസ്റ്റാണ് അത്ര, ആർട്ടിസ്റ്റ് വല്ലതും കിട്ടുമോ ഇതിനൊക്കെ പോയാൽ, എഡിറ്റിങ്ങിന് പോയാൽ വല്ലതൊക്കെ കിട്ടുമോ കൊച്ചേ? ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത്, അത് പഠിച്ച് എവിടെയെങ്കിലും നഴ്സിങ്ങിന് താൻ നഴ്സിംഗ് പഠിക്കുന്നവരെ കണ്ട് ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് ആർക്കും നഴ്സിങ്ങിന് താല്പര്യമില്ല. ഇപ്പൊ ഈ പറഞ്ഞ ലണ്ടൻ, അയർലൻഡ്, കാനഡ, പോളണ്ട്, ഇവിടെയൊക്കെ നഴ്സുമാർ ഇഷ്ടം പോലെ ഉണ്ട്. അവരോട് ചോദിച്ചാൽ ഇപ്പൊ തന്നെ റിയാലിറ്റി റീൽസ് റീത്തു എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഉണ്ടായിരുന്നു. അവളിപ്പോ കുറെ കാലമായിട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴും തോന്നിയിട്ടുണ്ട് അവളൊരു നഴ്സ് ആവണ്ട. അവള് പറയുന്ന അവളുടെ പാഷൻ ആയിരുന്നു നഴ്സ്. അത് ഓക്കെ ഫൈൻ. എന്റെ പാഷനും എന്റെ ഇതും ശരിക്കും നഴ്സിംഗ് തന്നെയാണെന്നാണ് അവൾ ആ റീൽസിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അവൾക്ക് അതിനേക്കാളും ടാലന്റ് ഇതിലാണെന്നാണ് എനിക്ക് ആസ് എ പ്രേക്ഷക എന്നാലും പലവട്ടം തോന്നിയിട്ടുണ്ട്. നമ്മളൊരു 100 നഴ്സുമാർ കാനഡയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ UK വർക്ക് ചെയ്യുന്ന നഴ്സുമാരുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ എനിക്കൊന്നൊരു 50 അല്ല ഒരു 60-70% ആൾക്കാരും പറയും, വീട്ടിലെ പ്രാരാബ്ദം കൊണ്ട് ഞങ്ങൾ പോകുന്നതാണ്, നല്ല പൈസ കിട്ടുമല്ലോ, ലോൺ ഉണ്ട് ചേച്ചി, അല്ലെങ്കിൽ ലോൺ ഉണ്ട് മാഡം, അതൊക്കെ അടച്ചു തീർക്കണം, എന്റെ അനിയത്തിയെ കെട്ടിക്കണം, അനിയനെ പഠിപ്പിക്കണം, ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പോകുന്നത്. നോക്കുമ്പോൾ എന്താ, മോൾ അങ്ങ് അയർലൻഡില് കാനഡയിൽ ഡോളേഴ്സ് അയക്കുന്നു. അവളുടെ ജീവിതത്തെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. ഒരു നേഴ്സ് ചെറുക്കനെ കൂടെ അങ്ങ് കെട്ടിച്ചങ്ങോട്ട് കൊടുത്താൽ പൂർത്തിയായി. അവിടെ തകർന്നു വീഴുന്നത് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങളാണ്. നമ്മള് ഈ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾ അവിടെ ഫോഴ്സ്ഡ് ആവാണ്, അല്ലെങ്കിൽ ഹൈലി റെസ്പോൺസിബിൾ ആവാണ് ഈ ആളുകളുടെ എക്സ്പെക്ടേഷൻസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൈസ അവര് നമ്മളിൽ നിന്നും ഈ ഒരു കരിയർ എക്സ്പെക്ട് ചെയ്യുന്നു. അപ്പൊ ഞാൻ അത് ഫുൾഫിൽ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഞാൻ എന്റെ പാരന്റ്സിനോട് കാണിക്കുന്ന നീതികേടാവും. അല്ലെങ്കിൽ എന്റെ പാരന്റ്സ് ബാക്കിയുള്ള കുടുംബക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ ആ സമൂഹത്തിനിടയ്ക്ക് അയൽക്കാരുടെ ഇടയ്ക്ക് അവർക്ക് അതൊരു മിസ്ഫോർച്യൂൺ ആവും, അല്ലെങ്കിൽ അവർക്ക് അതൊരു നാണക്കേടാവും. അവര് സ്വപ്നം കണ്ടത് ഇതാണെന്ന് അവരുടെയൊക്കെ ഇടയിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഞാൻ മാത്രം അതിനെതിരായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഞാൻ കാരണം എല്ലാവർക്കും അതൊരു നാണക്കേടാവും എന്നൊക്കെ കരുതി നമ്മൾ അതിന് ഹൈലി റെസ്പോൺസിബിൾ ആവാണ്. നമ്മൾ അതിന് നമ്മളെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ടി വരികയാണെന്നുള്ളത്. ഇത്രയും നേരം നമ്മൾ സംസാരിച്ചത് നമ്മുടെ എന്താ പറയാ കുട്ടികളുടെ അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികളുടെ ഈ കരിയറിന് അല്ലെങ്കിൽ പാഷന് പാരന്റ്സ് വെല്ലുവിളി ആവുന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇനി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുട്ടികൾ എന്ന് പറയുന്നത് ഭാവിയിൽ എന്താ പറയാ വളർന്നു വരേണ്ട പലരുമാണ്. അപ്പം നമുക്ക് കൃത്യമായ വ്യക്തിത്വ രൂപീകരണം സംഭവിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ചൈൽഡ്ഹുഡ് ഉണ്ടാവും. നമ്മുടെ പാരന്റ്സ് നമ്മുടെ വീട്ടിൽ നിന്ന് എന്താ പറയാ അടി ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ വിട്ട് കയറി ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അച്ഛനും അമ്മയും കൂടെ തല്ലുണ്ടാക്കുന്നതാണ്. ഇങ്ങനത്തെ ചൈൽഡ്ഹുഡ് അല്ലെങ്കിൽ കുറെ അച്ഛന്മാര് ഞാൻ കാണാറുണ്ട്, അല്ലെങ്കിൽ എന്റെ അറിവിലുണ്ട് കുറെ പേര് മദ്യപിച്ച് വന്ന് കുട്ടികളെ എടുത്ത് അറഞ്ചം പുറഞ്ഞ് തല്ലി വിടുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ മുന്നിൽ വെച്ച് അമ്മേനെ ഒരുപാട് തല്ലുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭാര്യയാണ് ഞാൻ ഉണ്ടാക്കിയ മക്കളാണ് എന്നുള്ള ബോധ്യമില്ലാതെ ആരെയോ തെറി പറയുന്ന പോലെ എല്ലാവരെയും പിടിച്ച് തെറി പറയുന്നു. ഇതൊക്കെ ഈ ചൈൽഡ്ഹുഡിലേക്ക് കിട്ടി ഈ വളർന്നു വരുന്ന ആളുകൾ എങ്ങനെയാണ് അവർക്കൊരു നല്ല വ്യക്തിത്വത്തിന് ഉടമയാവാൻ പറ്റുക? അവർക്ക് നാളെ എങ്ങനെയാണ് ഒരു നല്ല അച്ഛനും അമ്മയാവാൻ സാധിക്കുക? അല്ലെങ്കിൽ ഒരു സമാധാനപൂർണമായ ഒരു ജീവിതം അവർക്ക് എങ്ങനെയാണ് സാധ്യമാവുക? എത്രയോ പേര് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ മിലിന്നോ അങ്ങനെ പറഞ്ഞ അമലാപോളിന്റെ ഒരു സിനിമ, അതിനകത്ത് അമലാപോൾ ഭയങ്കര സൈലന്റ് ആയി പോവാണ്. നമ്മളിൽ എത്ര പേര് അതുപോലെ ആയി പോകുന്നുണ്ട്? അതിനുള്ള ഒരു മെയിൻ റീസൺ തന്നെ എല്ലാ അങ്ങനത്തെ പ്രശ്നത്തിന്റെ റീസൺ ഇതാണെന്ന് ഞാൻ വാദിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ വലിയൊരു ഭാഗം അല്ലെങ്കിൽ വലിയൊരു പക്ഷം അതാണ്. ഈ ഒരു നമുക്ക് കൃത്യമായ ചൈൽഡ്ഹുഡ് ഇല്ല. നമ്മൾ പറയല്ലോ ഫൗണ്ടേഷൻ റൈറ്റ് ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് പണിത് ഉയർത്തുന്നത് റെഡി ആവുള്ളൂ. അതേപോലെയാണിത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല? ഞാനോ ഇത് ഒരു വളരെ കാര്യമായ സ്റ്റേറ്റ്മെന്റ് ആണ് ഇപ്പൊ പറഞ്ഞത്. ഞാൻ ഇതിനൊരു എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ പാരന്റിങ് ആൻഡ് ചൈൽഡ്ഹുഡ് അത് ശരിക്കും ഇങ്ങനെ ശരിയാണ്. നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് പാരന്റ്സ് ആവുന്നത്. നമ്മളെല്ലാം ആദ്യമായി പാരന്റ്സ് ആവുകയാണ്. അപ്പൊ അതിൻ്റെതായ അറിവില്ലായ്മകളും ഒക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷെ അതിന് കൃത്യമായ എന്താ പറയാ ശിക്ഷണം. അതായത് ഞാൻ പറയുന്നത് എല്ലായ്പ്പോഴും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എനിക്ക് അറിയാവുന്ന ആൾക്കാർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, പാരന്റ്ഹുഡ് പഠിക്കണോടോ,